ഇനി നമ്മുടെ ഇടയിൽ ചില വിഡ്ഢികൾ ധാരാളമുണ്ട്. നമ്മുടെ ഇടയിൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്, നമ്മുടെ ഇടയിൽ ചില വിഡ്ഢികൾ വന്നിട്ട് ഇപ്പം പറയുന്നത് പഴയ നിയമം പ്രസംഗിക്കരുതെന്ന്, അത് വായിക്കരുത്, സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമം തൊട്ടേക്കരുത്. ഒരുത്തൻ ചോദിച്ചു ഒന്നിച്ച് കുത്തിക്കെട്ടിയതാരാ, ഒരുത്തൻ പറഞ്ഞത് കീറിക്കളയാൻ പറഞ്ഞതാ, പഴയ നിയമം എല്ലാം കീറിക്കളയാൻ. അപ്പം അത് കേട്ടോണ്ട് നമ്മുടെ ചില പൂഞ്ഞാൻ ഉപദേശിമാരിപ്പം തുള്ളുന്നുമുണ്ട് ഇത് കണ്ടുകൊണ്ട്. അതുകൊണ്ട് നിനക്കും മട്ട അവനും മട്ട. അപ്പോൾ ഒരു കാര്യം പറയാം, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസികമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ പഠിച്ചാൽ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൂതൻ പറഞ്ഞതും ദൈവം പറഞ്ഞതും മനുഷ്യൻ അന്യോന്യം പറഞ്ഞതും ഇതിൽ കൂടുതലും ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ പ്രസംഗിക്കാം. കാരണം ഇതിലെ ഓരോ അധ്യായത്തിലും ഓരോ പുസ്തകത്തിലും ഞാൻ ഓർപ്പിച്ചല്ലോ, ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തുവാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗം മുറിച്ചാലും ചോര വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഏത് ഭാഗം ഒന്ന് മുറിച്ചെടുത്താലും യേശു ക്രിസ്തുവിനെ ദർശിക്കാം. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. ദൈവത്തിന് പിന്നെ അത് പരുവമുള്ളവരെ പറയാവുള്ളൂ, ഇല്ലേ പിന്നെ മെനക്കേടാകും. അങ്ങനെ അത് പരുവത്തിന് പറയാൻ അറിയാവുന്നവർ പറഞ്ഞാൽ മതി, അല്ലാത്തവർ പാട്ട് പാടി വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം എന്തായാലും ഈ പുസ്തകം അതുപോലെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. അതെ, പ്രാരംഭത്തിലെ മോശയുടെ 5 പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങളെന്ന് പറയും. ഇതെന്തിനാ? നിങ്ങൾക്കിതെല്ലാം അറിയാത്ത ആരെങ്കിലും സമീപത്തോ ശബ്ദപരിധിയിലോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറഞ്ഞു. അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ നമ്മൾ ഈ യോഗം നടത്തുന്നത്. നമുക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ക്രമീകരണം വേണ്ടായിരുന്നു. നമ്മുടെ ഹോളിനകത്ത് നമുക്ക് തുള്ളുകയും ചാടുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങൾ ഇങ്ങനെ ഈ തുറസായ സ്ഥലത്ത് ഈ പന്തലുമൊക്കെ ഇട്ട് റോഡ് സൈഡിൽ ഈ വളരെ ബന്ധപ്പെട്ട് അധ്വാനിച്ച് ചിലവഴിച്ച് ഈ യോഗം നടത്തുന്നത് മറ്റുള്ളവരും കൂടെ അറിയാനും കേൾക്കാനുമാണ്. അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റി 1-2 കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. അല്ലെ മറ്റുള്ളവരത് എന്തുവാന്ന് കുറച്ച് ദിവസമായി കിടന്നെല്ലാം കൊണ്ട് അലച്ചേച്ച് പോകുന്ന കണ്ട് എന്ന് അവർ പറയരുത്. അപ്പോൾ അവർ കൂടി ഇത് അറിയണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ പുസ്തകം 66 പുസ്തകം, ആദ്യം 5 പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യ പുസ്തകം, ആവർത്തന പുസ്തകം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാം ഇതോ ഈ സൺഡേ സ്കൂൾ എടുക്കുകയാണോ എന്ന്. അല്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയല്ല. സൺഡേ സ്കൂളിന് പോലും പോകാത്ത ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനാണ്. കാരണം പുസ്തകത്തിലെ വാക്യം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഈ ദിവസങ്ങളിലെ യോഗത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഈ യോഗം വിജയമാണ്. നമ്മൾ ഓർക്കുന്ന ദേശം മുഴുവൻ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടാൽ നല്ലതാണ്. അങ്ങനെ മൊത്തത്തിലൊന്നും വരികയില്ല. ദൈവത്തിന് മഹത്വം. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഈ യോഗം വിജയമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭത്തിൽ 5 പുസ്തകം, അത് പഞ്ചഗ്രന്ഥങ്ങളെന്നറിയപ്പെടും. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. അതിനുശേഷമായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ് ഇതിനകത്ത്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങൾ. അത് കഴിഞ്ഞ് സംഗീത പുസ്തകങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. അതിൽ മെച്ചപ്പെട്ട സംഗീത പുസ്തകമാണ് പാട്ടുകളുടെ പാട്ടെന്നറിയപ്പെടുന്ന ഉത്തമ ഗീതം. അതിനുശേഷമായിട്ട് നാം പഠിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങളാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ. അതിനുശേഷമായിട്ട് അങ്ങനെ പഴയ നിയമം പര്യവസാനിച്ച് പിന്നീട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നു. പുതിയ നിയമത്തിൽ പ്രാരംഭത്തിൽ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. സുവിശേഷത്തിൻ്റെ 4 വിശേഷതകൾ 4 പേരും എഴുതി. അപ്പോൾ 4 പുസ്തകങ്ങൾ ആരംഭത്തിൽ പുതിയ നിയമത്തിൽ. ദൈവത്തിന് മഹത്വം. അത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവിടുത്തെ ശുശ്രൂഷ, ജീവിതം, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, മരണം, അവിടുത്തെ അടക്കം, ഉയർപ്പ്, ഇതൊക്കെയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, ബഹളം ഉണ്ടാക്കുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അത് ഓരോ ദിവസവും ഓരോരുത്തരും വന്ന് അവർക്കറിയാവുന്ന നിലയിൽ ദൈവകൃപയെ ശരണപ്പെട്ട് അവർ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ പറയണമെന്ന്, ഒരുപോലെ പ്രസംഗിക്കണമെന്ന്, ഒരുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒക്കുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു ഏകരക്ഷകൻ. അത് അവനവൻ്റെ ശൈലി അനുസരിച്ച്, ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്യുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷം, അതിനുശേഷമായിട്ട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്കറിയാം.
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. ആ അപ്പോസ്തലന്മാരാൽ സംഭവിച്ച കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നിരവധി സഭകൾ ഉടലെടുത്തു പലയിടങ്ങളിൽ. ആ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭ ഉടലെടുത്തു. ആ സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ യേശു ഒരിക്കൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത് ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ആ യേശു വീണ്ടും തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തിരുസഭയെ ചേർക്കാനാണ്. പെന്തിക്കോസുകാരെ എല്ലാം കൊണ്ടുപോകാനല്ല, ബ്രദറുകാരെ എല്ലാം കൊണ്ടുപോകാനല്ല, TPM-കാരെ എല്ലാം കൊണ്ടുപോകാനല്ല, കത്തോലിക്കരെ എല്ലാം കൊണ്ടുപോകാനല്ല, യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീൻ, ലണ്ടൻ, സാൽവേഷൻ ആർമി, CMS, CSI, ആംഗ്ലിക്കൻ ഇതിനെല്ലാം കൂടെ അടിച്ചു തൂത്ത് കമ്പത്തിൽ നിന്ന് കാളയിറക്കം പോലെ കൊണ്ടുപോകാനല്ല. കർത്താവ് വരുന്നത് ആമേൻ സ്തോത്രം തിരുസഭയെ ചേർക്കാനാണ്. അപ്പോൾ ആ തിരുസഭ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് വിധത്തിലായിരിക്കണം, അതിൻ്റെ ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, ചിട്ടകൾ, നിഷ്ഠകൾ, ക്രമങ്ങൾ, ക്രമീകരണങ്ങൾ, അതാണ് ലേഖനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയ ലേഖന പരമ്പരകൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ ആമേൻ കർത്താവിൻ്റെ വരവിനായി നമ്മളെ ഒരുക്കുക. ലേഖനത്തിനകത്ത് മുഴുവൻ ഉപദേശങ്ങളാണ് തന്നിരിക്കുന്നത്. എല്ലാം നല്ല ഉപദേശങ്ങളാണ്. കർത്താവിന് മഹത്വം. ഇതാണ് ലേഖന പരമ്പര. ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം. ദൈവം തമ്പുരാൻ കരുതി ക്രമീകരിച്ച് വെച്ച കാര്യമെല്ലാം തക്ക സമയം വന്ന് മറനീക്കി വെളിപ്പെടുത്തി കൊടുത്തു, അനാച്ഛാദനം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് മറനീക്കി വെളിപ്പെടുത്തി ലഭിച്ച വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിശേഷത തന്നെ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, നമ്മുടെ ആരുടെയും വെളിപ്പാടല്ല. നമ്മുടെ വെളിപ്പാട് പറയാതിരിക്കുന്നതാ നല്ലത്. പലരുടെയും വെളിപ്പാടൊക്കെ പറഞ്ഞ് പലരും കുഴഞ്ഞു കിടക്കുക. സ്തോത്രം. ഒരാൾ വന്ന് വെളിപ്പാട് പറഞ്ഞു, വസ്തുവും വീടും വിൽക്കുന്നതായിട്ട് കാണുന്നു. പിറ്റേ ദിവസം വന്ന പുള്ളി പറഞ്ഞു, ഒരു കാരണവശാലും ഇത് വിൽക്കരുത്. അപ്പോൾ വേറൊരു പുള്ളി പറഞ്ഞു, ഇത് വിൽക്കാതെ തന്നെ വേറെ കിട്ടുന്നതായിട്ട് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ വീട്ടുകാരും കിടന്ന് കുഴയുക, വിൽക്കണോ വിൽക്കണ്ടേ. അതുങ്ങൾ അവസാനം പറഞ്ഞു, ഇനി ഒരുത്തനെ ഇവിടെ കയറ്റുന്നില്ലെന്ന്. കുഴയല്ലേ. അതുകൊണ്ട് ചള്ളും പൊട്ടുമൊക്കെ കേൾക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ വെളിപ്പാട് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. പണ്ട് ഒരാളൊരു വെളിപ്പാട് പറഞ്ഞു, കൂടാരപ്പള്ളി തൊമ്മൻ്റെ വെളിപ്പാടല്ല വിദ്വാൻകുട്ടി കുഴഞ്ഞത്. അപ്പം നമ്മൾ അധികം വെളിപ്പാടൊന്നും പറയണ്ട. ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അങ്ങനെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2-ാം പുസ്തകത്തിൻ്റെ വിശേഷത വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. 3 തൻ്റെ ദാസന്മാരെ കാണിക്കണം, അറിയിക്കണം. അതിനാണ് ഇത് എഴുതിയത്. തന്നെയല്ല, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ടാകണം. അതിന് പറഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അറിയാം, നിങ്ങളിതെല്ലാം പഠിച്ച് മിടുക്കരായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ചിലർ ബൈബിൾ പോലും കൊണ്ടുവരികയില്ല. കാരണം അവർക്കറിയാം. ഇനി അഥവാ കൊണ്ടുവന്നാൽ തുറക്കുക പോലുമില്ല. വേണ്ട, തുറക്കുകയും വേണ്ട. അറിയാമല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് ഒന്നുകൂടെ ഉണർത്തുന്നത്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, 1600 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് 10-40 എഴുത്തുകാർ പല കാലയളവിൽ ഇരുന്ന് എഴുതിയ പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതായി പുസ്തകത്തിൻ്റെ വിശേഷത. ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ വേറൊന്ന് ഏക ദൈവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെ. ഇതിനിടയ്ക്ക് ദൈവത്തെ മാറ്റേണ്ട ഗതികേടും വന്നിട്ടില്ല. ഈ ദൈവം അങ്ങോട്ട് മാറി നിൽക്കുക, വേറൊരു ദൈവം കയറി വരട്ടെ എന്ന് പറയേണ്ട ഗതികേടും വന്നിട്ടില്ല. ഏത് ദൈവത്തെ പറ്റി ഉൽപ്പത്തി 1-ൽ പറഞ്ഞിട്ടുണ്ടോ ആ ദൈവം തന്നെ ഇന്നും എന്നും എന്നേക്കും. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. ഇപ്പോഴാണ് ഓരോരോ ദൈവങ്ങളെ ഒരു തള്ള ദൈവം കളിച്ച് വരുമ്പം അപ്പനപ്പുറ ദൈവം കളിക്കുന്നു. അപ്പോൾ അപ്പനെയും കടത്തിവിട്ട് വല്യപ്പൻ ദൈവമായിട്ട് കയറി വരുന്നു. വല്യപ്പനെ കുറ്റമ്പം വേറൊരു തള്ള സ്തോത്രം കയറി വരുന്ന ദൈവം കളിച്ച്. അപ്പം പെണ്ണുങ്ങൾക്ക് ആ ദൈവം കളിച്ചാൽ കാശ് കൂടുതൽ, ആണുങ്ങൾക്ക് അത്ര ഇല്ല. കാശ് വരുന്നെല്ലാം അടിച്ചു മാറ്റുന്നതെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ദൈവമല്ല. ദൈവത്തിൻ്റെതായ വിശേഷതകളുണ്ട്. ഒന്ന്, ദൈവം സർവശക്തനാണ്. അവിടുന്ന് സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ്, സർവത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ആമേൻ സ്തോത്രം. അവിടുന്ന് ആമേൻ സർവത്തിന്മേലും ആമേൻ അധികാരമുള്ളവനാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. ഇന്നാളൊരു ദൈവത്തിന് പനിയാന്ന് കേട്ടു.
കോവിഡിൻ്റെ സമയത്ത് ഒരു ദൈവത്തിന് കോവിഡായിരുന്നെന്ന് കേട്ടു. അപ്പം പറഞ്ഞു, ദൈവം ഇപ്പോൾ ആരെയും കാണുന്നില്ല, കോവിഡ് കഴിഞ്ഞിട്ടേ കാണുകയുള്ളൂ. ദൈവത്തിനും പേടിയായിട്ടിരിക്കുക, മാസ്കുമൊക്കെ കെട്ടി ദൈവം കളിച്ചിരിക്കുന്ന എല്ലാം പേടിച്ചിരിക്കുക. വേറൊരു ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ദൈവം അമേരിക്കയല്ല, 2 മാസം കഴിഞ്ഞേ വരുവുള്ളൂ. ദൈവത്തെ വിളിച്ചാൽ കിട്ടുമോ? ഇല്ല, പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു ദൈവം. വിളിച്ചപ്പോഴല്ല. അങ്ങനെയുള്ള ദൈവങ്ങളാ കൂടുതലും. എന്നാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സത്യദൈവം പരിധിക്ക് പുറത്തല്ല, പരിധി തന്നെ ഉണ്ട്. ഏത് സമയത്തും ആർക്കും എവിടെ ഇരുന്നും ദൈവത്തോട് കാര്യം പറയാം. ആ സത്യദൈവം, നിത്യദൈവം, ഏകദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഏക സത്യ നിത്യ ദൈവമായ സർവജ്ഞനായ ദൈവം, ദൈവത്തിന് മഹത്വം. നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. തൻ വല്ലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? അപ്പൊ ശ്രദ്ധിക്കുക, ഏകനിത്യ സത്യ ദൈവമായ സാക്ഷാൽ ദൈവം. മോനെ, ഇതിൻ്റെ ഓളി ഇച്ചിരി താത്ത് നിൽക്കണം. എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. ശബ്ദം കൊള്ളുകയില്ല, എന്നാലും മേളിൽ നിൽക്കണം. കാരണം ഈ പാടി വെക്കുന്നത് പദം എന്നതാ, അതിനകത്ത് ഉപദേശ വശമുണ്ടോ കുഴച്ചിലുണ്ടോ എന്ന് അറിയണം. ഇപ്പോഴത്തെ ഈ പാട്ട് ഏത് പാട്ടാന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം കൂടെ ഓളിയം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളത്തിനങ്ങ് പോവുക. നമുക്ക് ഓളം അധികം വേണ്ട. അപ്പോൾ ഇത് കൂടി നിൽക്കണം. അത് ഇച്ചിരിയല്ല, ഇച്ചിരി താന്ന് നിൽക്കണം. അത് അവരോട് പിണക്കം ഉണ്ടായിട്ടല്ല. പുസ്തകത്തിൽ വാക്യം അങ്ങനെ, സംഗീതക്കാർ മുമ്പിലും വീണക്കാരെല്ലാം പിമ്പിലും. പുസ്തകത്തിലെ വാക്യം അതായതുകൊണ്ട്. അപ്പം എന്തായാലും ശ്രദ്ധിക്കുക, നിത്യനായ ദൈവം, ഏകദൈവം, സത്യദൈവം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. ഞാൻ എപ്പോഴും പറയും, സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. ദാവീദിൻ്റെ കാലത്ത് പാട്ടുകാരെ സെലക്ട് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും സംഗീത ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇതൊരു വലിയ മഹനീയമായ ശുശ്രൂഷയാണ് സംഗീത ശുശ്രൂഷ. അതാ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രമത്തിലും വിധത്തിലുമൊക്കെ ചെയ്താൽ വളരെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ മകത്ത് ഞാൻ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അവർ വാക്യം വായിച്ചു തരികയും സഹകരിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ എന്തൊക്കെയാണ്. ചിലയിടത്ത് ഈ സംഗീത ശുശ്രൂഷ കഴിഞ്ഞ് പിന്നെ മൊബൈലിൽ കളിയാ, സ്റ്റേജിലിരുന്നുകൊണ്ട് മൊബൈലിൽ കളിയാ. അവർക്കിതൊന്നും വലിയ വിഷയമല്ല. അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു, എന്തെല്ലാം കോലാഹലമാണെന്നറിയോ? അങ്ങനെയുള്ളവരെ ആരെയും വിളിക്കരുത്. ഇതുപോലെ ദൈവകൃപയിൽ വലിയ കസർത്തൊന്നും വേണ്ട. ഇതൊരു ശുശ്രൂഷയല്ലേ. കസർത്തുകാരധികം വരാതിരിക്കുന്നതാ നല്ലത്. കസർത്തല്ല നമുക്ക് ആവശ്യം, ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ഇനിയും അവർക്ക് അത്ര വലിയ പ്രഗത്ഭരല്ലേ, എല്ലാവരോടും ചേർന്നങ്ങ് പാടിയേക്കണം. അപ്പോൾ നമുക്കും സന്തോഷമല്ലേ. എന്നാൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് വളരെ പക്വതയോടെ ദൈവകൃപയോടെ പാട്ട് പാടുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ മിക്കവരും ഇതിനകത്ത് പിന്നെ വേറെ ബിസിനസ്സുകളാണ്. അവരുടെ പാട്ട് കഴിഞ്ഞ് പിന്നെ പാട്ട് കഴിഞ്ഞ് അങ്ങ് പോവല്ലയോ, ശുശ്രൂഷയിലിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ശുശ്രൂഷ, ഇവ കുഞ്ഞുങ്ങളൊക്കെ ശുശ്രൂഷയിലിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് ഈ ശുശ്രൂഷയിൽ സഹകരിച്ച് പോകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞാനെപ്പോഴും ഒരു അപേക്ഷയുള്ളത്, അപേക്ഷയാ ഇഷ്ടമുണ്ടേ മതി. ഈ ചിലയിടത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് പിന്നെയും പാട്ട് പാടും. പാട്ട് തെറ്റാന്നല്ല, നല്ല, പക്ഷേ നമുക്കൊന്ന് വർത്താനം പറയാനോ മിണ്ടാനോ ഒക്കെയല്ല. പിന്നെ എല്ലാം കൈക്കറി കാണിച്ച് വെച്ച് പോവാം. ഇതങ്ങ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. ഇല്ല, കണ്ണടച്ച് കാണിച്ചില്ലെന്ന്. ദൈവത്തിൻ്റെ മകൻ. അത് കുറ്റമല്ല, പാട്ട് നല്ലതാ. എന്നാലും കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതാ ഭാര്യ ഭർത്താവിനെ അച്ചാന്ന് കിടന്നങ്ങ് കുഴയുക നമ്മൾ. പിന്നെ ഒരു ധാരണയിലേക്ക് അങ്ങ് പോവുക. അപ്പം അത് എത്രത്തോളം നല്ലതാണെന്ന് അവനവനൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പാട്ടിനെതിരെ, എനിക്ക് പാട്ട് ഇഷ്ടമാണ്, പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ്. എന്നാലും കൺവെൻഷൻ ആശീർവാദം കഴിഞ്ഞ് പിന്നെ നിന്ന് പാടുമ്പം
വണ്ടിയിലോട്ട് കയറി വാന്ന് പറഞ്ഞും വിളിക്കുന്നതും തന്നെയല്ലേ. ഈ ദൈവദാസന്മാരൊക്കെ ചിലപ്പോൾ അന്നാരുമായിരിക്കും ഒന്ന് കണ്ട് പരിചയം, ഒന്ന് അങ്ങോട്ട് ഒന്ന് വർത്തമാനം പറയാനോ, അത് കേൾപ്പിക്കത്തുമില്ല. ഒന്ന് പിന്നെ അവസാനം പിന്നെ അങ്ങനെ അങ്ങ് പോവുക. അപ്പം അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. പിണങ്ങാനും ഒന്നുമല്ല. എന്നാൽ താൻ തന്നെ പാടിക്കൂ എന്ന് പറയരുത്. കർത്താവിന് മഹത്വം. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദാവീദ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചല്ലോ. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിൻ്റെ പാട്ട് പാടുമെന്ന്. 13-ാം സങ്കീർത്തനം 6 വായിക്കുന്നത്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടുമെന്ന. ദൈവത്തിൻ്റെ മഹത്വം. ആ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് ദൈവം നടത്തട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ആട്ടെ, അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകം, യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ളതായ പ്രവചന പുസ്തകം, ഈ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നെടുപ്പമുള്ളയാളും തൂക്കമുള്ളയാളും വിലയേറിയ വണ്ടിയെ വരുന്നയാളും മുഴുത്ത ജിബ്ബായിട്ടയാളും കൂടെ അമേരിക്കയിലും പേർഷ്യയിലും ലോകം മുഴുവൻ ചുറ്റി ഊടാടി വരുന്ന പ്രവാചകനല്ല വലുത്. അല്ല. സ്തോത്രം. നമ്മളങ്ങനെ ധരിച്ചു വച്ചേക്കുന്നത്. വലിയ പ്രവാചകൻ വരിക, അതാരാ വലിയ പറയാം? അയ്യോ, വന്ന വണ്ടി ഒന്ന് കാണണമായിരുന്നു, വലിയ ആളാണ്. ആ ഡ്രസ്സോ ഈ ചൂടും പിടിച്ച് സൂട്ടും എല്ലാം ഇട്ട് വെട്ടി വിയർക്കുകയായിരുന്നു, പാൻ പോലുമില്ല. ഈ മീനച്ചൂടിന് ഇതെല്ലാം കൂടെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞാൻ അമേരിക്കക്കാർ ചെയ്യട്ടെ, അവിടെ തണുപ്പല്ലേ, അവരതുകൊണ്ടൊക്കെ ആ കഴുത്തറ്റ ഇറുക്കിയ എന്തോ അതിന് പറയുന്നത് ടയ്യ്, തണുപ്പിന് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ് അതങ്ങനെ വെച്ചാൽ. അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ തിരുവനന്തപുരത്തിരുന്ന് അന്നിച്ച് പറയുക, ഫാനെല്ലാം ഇങ്ങോട്ട് വെച്ചോളാൻ, പുകച്ചിലെടുക്കുക. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് യോഗ്യമെന്ന് തോന്നുന്നത് ചെയ്യുക. കർത്താവിൻ്റെ മഹത്വം. അപ്പം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരാ വലിയ പ്രവാചകന്മാരെന്ന് അല്ല. അത് നമ്മുടെ മാനുഷിക ചിന്തകളാണ്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ ആഴവും പ്രവചനത്തിൻ്റെ ശ്രേഷ്ഠതയനുസരിച്ച വലിയ പ്രവാചകൻ ചെറിയ പ്രവാചകൻ എന്ന് തരംതിരിച്ചിരിക്കുന്നത്. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരാണ് ഹോശിയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചക വൈദ്യന്മാർ. നമ്മൾ ഇന്ന് രാത്രി വലിയ പ്രവചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9:6 വായിച്ചിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവിനെ പറ്റി പഠിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി വേദ പഠിതാക്കൾ കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്കറിയാം, ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്നാണ് യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദങ്ങളിൽ ഒന്ന്. ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ വേറൊരു വിശേഷത, വേദപുസ്തകത്തിൽ 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളുണ്ട്. മാത്രമല്ല, യെശയ്യാവ് പ്രവാചകന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും പ്രവാചകിയ. അപ്പോൾ രണ്ടുപേരുടെ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. ഇന്ന് ഒരു സഭയിൽ 2 പ്രവചന ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ അടിയുടെ ആറാട്ടായിരിക്കും. എനിക്കറിയാം, രണ്ട് പ്രവാചകിമാരൊരു സഭയിൽ, 2 മിണ്ടുകയിലായിരുന്നു, 2 കൊമ്പുമായിരുന്നു. ഒരു സഭയിലാണ് 2 മെയിൻ പ്രവാചകിമാരാ, എന്തോ കൊമ്പായിരുന്നറിയാമോ? സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയുള്ളവിടെ ഉണ്ട് പ്രവാചകന്മാരും. പണ്ട് മല്ലപ്പള്ളി പേലിക്കുഞ്ഞാ പറഞ്ഞ് ദൈവാത്മാവിനുണ്ടോ അളിയനെന്ന്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ ഇടയിലെ 2 പേരുണ്ടെങ്കിൽ കൊമ്പ, എന്നാൽ ഇവിടെ ഭാര്യയും ഭർത്താവും 2 പ്രവചിക്കുക, പ്രവചനമാണ്. അപ്പോൾ ഈ യെശയ്യാവിന് ഒത്തിരി വിശേഷതകൾ. ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? യേശു ക്രിസ്തുവിനെ ഇതുപോലെ അടുക്കടുക്കായി ക്രിസ്തുയേശുവിൻ്റെ വിശേഷതകൾ, ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം, ഉയർപ്പ്, വീണ്ടും വരവ്, 1000 ആണ്ട് വാഴ്ച, നിത്യതയിലുള്ള പ്രവേശനം, ഇതെല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ഓർപ്പിച്ചല്ലോ, എന്താ സുവിശേഷം? സുവിശേഷം മതം മാറ്റുകയോ സഭ മാറ്റുകയോ അല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. ആര്? നസ്രയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെടുത്ത യേശു ക്രിസ്തു. അതാണല്ലോ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചോ സന്ദർഭോചിതമായിട്ട്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8. നമുക്ക് അറിവുള്ള വാക്യം എന്തായാലും വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക.
അതാകുന്നു എന്റെ സുവിശേഷം. ഇക്ഷിതി നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. ഇക്ഷിതി നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ രക്ഷ ചെയ്യാനാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തു, അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. സുവിശേഷം എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. കുറേ ആൾക്കാർ മാത്രം കേട്ടാൽ പോരാ. എനിക്ക് ഈ തിരുവനന്തപുരം സൈഡിൽ വരുമ്പോൾ സന്തോഷം. ഇവിടെയുള്ള പല കൂട്ടായ്മക്കാരും കൺവെൻഷൻകാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ബോക്സ് വെക്കും. അത് വളരെ നല്ലതാണ്, വളരെ നല്ല, കേൾക്കണം. എന്നാൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനകത്ത് പോലും കേൾപ്പിക്കുകയില്ല. ഇതിനെല്ലാം പേടിയാണ്. സ്തോത്രം. പേടിയും ഭയവും വെപ്പറാണ്. തന്നെയല്ല 8:30 കഴിയുമ്പോൾ പിന്നെ കിടന്ന് വെപ്പറ തിക്കുമുക്കം നോക്കുക, ഇങ്ങനെ ഇരിക്കുക, ഭയമാണ്. എന്നാൽ ഇവനൊക്കെ ഇത് നടത്താതിരിക്കണ്ടേ? ഇവിടെ ഭയവും ഭീരുത്വം ഉള്ളവെല്ലാം ഗലിയാദ് വിട്ട് പോകട്ടെന്ന. എനിക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ദൈവദാസന്മാരോടും ദൈവമക്കളോടും ബഹുമാനം ആ കാര്യത്തിലുണ്ട്. കാരണം എന്നാ, എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ ഉള്ളവർ കേൾപ്പിക്കണം. എല്ലാവരും കേൾക്കണം. വായിച്ച പോലെ എല്ലാവരും കേൾക്കട്ടെ. സങ്കീർത്തനം 49:1, സങ്കീർത്തനം 49:1 വായിച്ചേ. 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. അതാ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. നമ്മൾ മാത്രം കേട്ടോണ്ട് പോയിട്ട് എന്നാ ഗുണം? നമ്മളെന്നും ഇരുന്ന് കേൾക്കുകയല്ലേ. ഇപ്പം 19 ദിവസം, 19 ദിവസമായിട്ടിരുന്ന് കേൾക്കുക നല്ല കാര്യമാണ്. ഇനിയും കേട്ടോ, അത് നല്ലതാ. പക്ഷേ സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് സുവിശേഷം. സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുകയോ ഉൾക്കൊള്ളുകയോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത് സുവിശേഷമുള്ളൂ. മറ്റേ വാർത്തകളൊന്നും അത്ര നല്ല വാർത്തയല്ല. ആണോ? അല്ല. പത്രം എടുത്ത് നോക്കിയേ, കാണുന്നതൊന്നും അത്ര നല്ല വാർത്ത അല്ല. ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വരുന്ന വാർത്തയൊന്നും അത്ര നല്ലതല്ല. സ്തോത്രം. അവിടെ പത്തനംതിട്ട തിരുവല്ലയ്ക്ക് പോകുമ്പോൾ ഒരു വേറൊരു തള്ളയെ കണ്ടിച്ചു. വായിച്ചില്ലയോ? എലന്തൂര്, അറിഞ്ഞില്ലേ? തള്ളയുടെ മുന്നിലങ്ങ് ചെന്ന് പെടരുത്. അറിഞ്ഞില്ലേ? അറിയാതിരിക്കുന്നതാണ് നല്ലത്. നരബലി നടത്തിയെന്ന്. നരബലി ഇവിടെ അങ്ങ് പേപ്പർ വരുത്തുന്നില്ലേ? നരബലി. മനുഷ്യനെ കണ്ടിച്ചാൽ മതി, ദൈവം പ്രസാദിക്കുമെന്ന്. വിട്ടിത്തമല്ലാതെ തന്നെ ഈ പറയുന്നത്. ഇത് നല്ല വാർത്തയല്ലല്ലോ. അല്ല. കൊച്ചുങ്ങളെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ഓട്ടോയിൽ കയറി അവൾ പോയി. കൊച്ചുങ്ങൾ നിലവിളിക്കുക. നല്ല വാർത്തയാണോ? അല്ല. എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചില കൊള്ളാം, അവളും മിടുക്കുക, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടാണ് എനിക്ക് വന്ന് പോയാൽ കൊള്ളാമെന്ന്. എനിക്കത് നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. അയ്യോ, 10 മാസം ചുമന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് എന്ത് കഷ്ടത, എന്ത് പ്രയാസമായിട്ട് ഇട്ടേച്ച് പോകുമോ? ഒരമ്മയ്ക്കത് തോന്നുമോ? അത് നല്ല വാർത്തയല്ല. ഭർത്താവുമായിട്ട് വിശ്രമിക്കുക, അന്നേരം പുതപ്പിന് അടിയിൽ കിടന്നുകൊണ്ട് വേറൊരുത്തിന് ഫോൺ ചെയ്യുക. മോനത് കേട്ടപ്പോൾ ഒരു ഊറിയ ചിരി. അവന് അതുവരെ അവൻ ചിരിക്കാതിരുന്നേച്ച്. ഇവിടെ നടന്ന കാര്യമാണ്. അതെ, അതൊന്നും നല്ല വാർത്തകളല്ല. അല്ല. സ്തോത്രം. മാതാപിതാക്കളെ കൊണ്ട് വസ്തുവും വീടും ഇല്ലാഞ്ഞിട്ടല്ല, സ്വത്തില്ലാഞ്ഞിട്ടല്ല, അന്വേഷിക്കാൻ നോക്കാൻ കഴിയത്തില്ല. വൃദ്ധസദനത്തിലാക്കി. പിന്നെ മക്കളും ഭാര്യയൊന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല. അതും അത്ര നല്ല വാർത്തയല്ല. കഴുത്തിറക്കുന്നു, കത്തിക്ക് കുത്തുന്നു, ഓരോരുത്തരെ വെട്ടി തുണ്ടമായിട്ട് വിട്ട്. അതൊന്നും നല്ല വാർത്തയല്ല. വിമാന അപകടം നല്ല വാർത്തയല്ല. ആണോ? അല്ല. ഞങ്ങളൊരിക്കലും ഒരു വീട്ടിലിരുന്ന് സംസാരിച്ചപ്പം വിമാനാപകടം, വിമാനത്തിന് തീ പിടിച്ചു. അപ്പം ആ പറഞ്ഞ പുള്ളിയുടെ ഭാര്യ അത്രയ്ക്ക് ചിന്തിച്ചറിയിച്ച്, പപ്പ ആർക്കെങ്കിലും വല്ലതും പറ്റിയോ എന്ന്. വിമാനത്തിന് തീ പിടിച്ചെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് അരിച്ചവും സങ്കടവും ദണ്ണവും കൂടി വെച്ച് പുള്ളി പറഞ്ഞ്, നടുക്കിരുന്ന പുള്ളിയുടെ മുട്ടയിലെ തൊലി ഒന്ന് പോയെന്ന്.
വിഡ്ഢിത്ത ചോദ്യം ചോദിക്കാം. വിമാനം കത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും ആർക്കെങ്കിലും വല്ലതും പറ്റിയോന്ന്. അപ്പം ഇത് അത്ര നല്ല വർത്തമാനമല്ല. കപ്പൽ മുങ്ങുന്ന, ബോട്ട് അപകടം, ഇതൊന്നും നല്ല വാർത്തയല്ല. ഈ ലോകത്തിൽ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല അല്ല. എന്നാൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം, ഏത് സമയത്തും പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാർത്തയുള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിത്യ സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പോൾ എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആ സുവിശേഷം യേശു ക്രിസ്തു, ദൈവത്തിന് മഹത്വം. ആ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി മുതൽ, അവിടുത്തെ തിരുജനനം മുതൽ, ആമേൻ, അടക്കവും മരണവും അടക്കവും പുനരുത്ഥാനവും 1000 ആണ്ട് വാഴ്ചയെല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. എവിടെ ജനിക്കുമെന്ന് ആമേൻ സ്തോത്രം പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തി, എങ്ങനെ ജനിക്കും, ഏത് വിധത്തിൽ ജനിക്കും, ഇതെല്ലാം ആമേൻ യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. 7:14 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആ കാര്യം ബോധ്യപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് രാത്രി 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെടുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അതിൽ ഒരു പദമാണ് ഇന്ന് രാത്രി എടുത്ത് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിക്കുന്നതിന് 100-700 കൊല്ലം മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവിയെ കണ്ടുകൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ അറിയിച്ച പ്രവചന സൂക്തമാണ് ഇന്ന് രാത്രി വായിച്ചത്. ഇത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് പറയുന്ന വിഡ്ഢിയാന്മാർ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ മകത്ത് അവർക്ക് അതിൽ തന്നെ ഒരു വാക്യം കുഴപ്പമുണ്ട്, ദൈവമാണെന്ന്. വായിച്ചേ അടുത്ത വാക്യം. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. മതി, ദൈവമാണ് തെളിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, തർക്കിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു വാക്യം ഇതുണ്ട്. വേറെ ഇഷ്ടം പോലെ വാക്യമുണ്ട്. അത് നമ്മുടെ വിഷയം ഇപ്പം അതല്ലാത്ത കൊണ്ട് അങ്ങോട്ട് പോകേണ്ടെന്ന് നിങ്ങൾക്കറിയാം. യേശുക്രിസ്തു നിത്യ ദൈവമാണ്, സത്യ ദൈവമാണ്, ഏക ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഇന്നും ആ സർവശക്തനായ ദൈവം ജീവിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ വായിക്കുന്നത് അത്ഭുത മന്ത്രി. നമ്മുടെ കർത്താവ് അത്ഭുതം കണ്ട മന്ത്രിയാണ്. അവൻ അത്ഭുത ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ഇന്ന് രാത്രിയും ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവെള്ളക്കെട്ട് നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസ്രായൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും ആരും കാണാത്തവനും കാണാൻ പാടില്ലാത്തവനുമായ ആ നസ്രയൻ ദൈവം യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടുത്തെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ക്രിസ്തുയേശുവിൻ്റെ 1-2 അത്ഭുതങ്ങൾ നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് രാത്രി ലളിതമായിട്ട്, വളരെ ചുരുക്കമായിട്ട് ലളിതമായിട്ടാണ് പറയുന്നത്. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാനാണോ ഈ ഇത്രയും ബന്ധപ്പെട്ട് വന്നത്? അത് എന്നെ കൊണ്ട് ഇതേ ഒക്കുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കൊണ്ട് ഒക്കുന്നതല്ലേ എനിക്ക് ഒക്കുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. ചിലർ കൺവെൻഷനൊക്കെ വിളിക്കുമ്പം പറയും, ഡേറ്റ് ചോദിക്കും. അപ്പം ഞാൻ പറയും, എന്നാ തുടങ്ങുന്നത്? ഇന്ന ദിവസം വരാം. അയ്യോ, അത് ആദ്യ ദിവസമല്ലേ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ആദ്യ ദിവസം വരാം. ആദ്യ ദിവസം വന്നാലും ഒടുവിലത്തെ ദിവസം വന്നാലും എന്നെ ഏൽപ്പിച്ചതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതോ ആദ്യ ദിവസം വന്ന് നിന്നുകൊണ്ട് പറയും, ഒടുവിലത്തെ ദിവസം വരുമ്പം ശീർഷാസനത്തിൽ നിന്നാണോ പറയുന്നത്? അന്നവരും ഇങ്ങനെ ഒക്കുള്ളൂ. എന്നെ ഏൽപ്പിച്ചതേ ഒക്കൂ. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാരെല്ലാം അവനവനെ ഏൽപ്പിച്ചത് ചെയ്യാൻ എല്ലാവരും ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ എല്ലാവരും ഒരേ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദൈവം ശുശ്രൂഷ തരാത്ത ആരും വന്നിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയാൽ നമ്മൾ ധന്യരാണ്.
ഇപ്പോൾ ഞാൻ എൻ്റെ കൈ മയ്യിക്കിരിക്കുന്ന കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു, പക്ഷേ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു വലിയ ശുശ്രൂഷയാണ്. ഇവർ ഈ സ്റ്റേജിൽ നിന്ന് വിഘടിച്ചിരുന്നാലോ ഈ ശുശ്രൂഷ വിജയിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ പാട്ട് പാടുകയും വാക്യം വായിച്ചു തരികയും ഈ പിയാനോ വർക്ക് ചെയ്യുന്ന അതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ വന്നിരുന്നില്ലേ ആരോട് പറയാനാ? അല്ലേ? നിങ്ങൾ ചിലരിന്ന് ഉറങ്ങുക, എന്നാലും അതൊക്കെ വലിയ കാര്യമാണ്. ഇവിടെ വന്നിരുന്നേ ഉറങ്ങുന്നത്, അതൊക്കെ വലിയ കാര്യമാണ്. വീട്ടിൽ നിന്ന് ഉറങ്ങിയാലോ? അതൊരു ശുശ്രൂഷയാണ്. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. ചില സ്തോത്രം പറയുന്നു, വചനം പ്രസംഗിക്കും, അതൊരു വലിയ ശുശ്രൂഷയാണ്. അവർ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന് അവർ ഒത്തിരി സാധനം ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ ഞാൻ കുഴയേ ഉള്ളൂ. അപ്പം അതുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഇല്ലേ? ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ ഒരാൾ നിൽക്കുന്നു, ഒരാൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. അവിടെ മാന്യ സഹോദരന്മാർ കസേര ഇട്ട് കൊടുക്കുന്ന ആൾക്കാരെ ക്ഷണിച്ച്, അതെല്ലാം ശുശ്രൂഷയാണ്. എല്ലാവരും സ്റ്റേജിലിരുന്നാൽ പിന്നെ കസേര ഇട്ട് കൊടുക്കാൻ ആരുണ്ട്? സ്തോത്രം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവം എല്ലാവരെയും ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇനി യോഗം കഴിഞ്ഞ് കസേര മടക്കി അടുക്കി വെക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അതെ, വലിയ ശുശ്രൂഷയാണ്. സ്തോത്രം. ചിലപ്പോൾ ഈ സ്റ്റേജിൽ ചിലപ്പോൾ ആൾക്കാർ വൈകിട്ട് വിശ്രമിക്കുന്നുണ്ടായിരിക്കും, അതും ഒരു ശുശ്രൂഷയാണ്. നമ്മളെല്ലാം പോയി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ കൊതുകടി കൊണ്ട് 1-2 പേര്, അല്ല ഇതൊന്നും ചിലർ ശ്രദ്ധിക്കത്തേ ഇല്ല. നമ്മൾ പോയി അകത്ത് കിടന്ന് നല്ല പൂണൻ്റെ തീറ്റയും തിന്നേച്ച് കട്ടിയുള്ള പുതപ്പിന് AC ഇട്ട് സുഖമായിട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ കൊതുകിൻ്റെ കടിയും കൊണ്ട് കിടക്കുന്നവരും ചിലപ്പം കണ്ടെന്ന് വരാം. അതൊക്കെ ഒരു ശുശ്രൂഷയാണ്. മനസ്സിലായോ? അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്, അല്ലേ? അതെ. മാർത്ത ശുശ്രൂഷിക്കുന്ന പ്രസംഗിച്ചെന്നല്ല. മാർത്ത പ്രസംഗിച്ചുമില്ല, പ്രവചിച്ചുമില്ല, സ്തോത്രം പ്രവചനവും നടത്തിയില്ല. മാർത്തയുടെ ശുശ്രൂഷ അടുക്കളയിൽ പെരുമാറിയതാണ്, അതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ബഹുമാന്യ സഹോദരിമാരോട് പറയാം, അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. നിങ്ങളെ ചിലപ്പം സ്റ്റേജേ കാണുകയില്ല, പക്ഷേ നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ അടുക്കളയിൽ നന്നായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ ശല്യമില്ലാതെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒക്കുന്നത്. അല്ലെങ്കിൽ വാക്യം വായിച്ച് ഓടേണ്ട ഗതികേട് വരും. വാക്യം വായിച്ച് പറയും പാട്ട് പാടിക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറയും. അപ്പോൾ അടുക്കളയിലെ ആ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് നിറവേറ്റുന്നത് കൊണ്ട് ഞങ്ങൾക്കും അതൊക്കെ വളരെ ആശ്വാസമാണ്. അത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി അത് ചെയ്താൽ ഏറ്റവും ധന്യകരമായിരിക്കും. ആട്ടെ, ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയത്തിന് വരാം. യേശുക്രിസ്തു അത്ഭുത മന്ത്രി. നമുക്കറിയാം, ക്രിസ്തുയേശുവിൻ്റെ അത്ഭുതങ്ങൾ നിരവധിയുണ്ട്. നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതമെന്നല്ല കൊടുത്തിരിക്കുന്ന അടയാളം. അത് യോഹന്നാൻ പറയുന്നുണ്ട്, അനേക അടയാളം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്ന 21:25 വായിച്ച യോഹന്നാൻ 21:25 പെട്ടെന്ന് വായിച്ചു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പ്രധാനമായിട്ട് ഏതാണ്ട് 8 അടയാളങ്ങളെ പറ്റി കൊടുത്തിട്ടുള്ളൂ. യേശു ചെയ്തത് 8, 18, 80 ഒന്നുമല്ല. നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ ഒരടയാളം ചെയ്താൽ മതി, പിന്നെ അതായിരിക്കും എടുത്തിട്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കീച്ചുന്നത്. എങ്ങനെയോ ഒരു രോഗി എന്തോ ഇത് വെച്ചോണ്ട് വരികയല്ല, എന്നെ അതിന് പറയുന്നത് വീൽ ചെയർ അല്ലെന്ന് കക്ഷത്തിൽ വെച്ച് സ്ട്രെച്ചറോ എന്തേലും ആട്ടെ, മനസ്സിലായോ? അതറിഞ്ഞാൽ മതി. പ്രാർത്ഥിച്ചപ്പോൾ അത് കളഞ്ഞു, പുള്ളി നടന്നു. ദൈവം അത്ഭുതം ചെയ്തതാണ്. പിന്നെ ഈ പ്രാർത്ഥിച്ച പുള്ളി പോകുന്നിടത്തല്ല ഇതിൻ്റെ പരസ്യമാണ്. ഒരത്ഭുതം ചെയ്തു. ഇതെടുത്തിട്ട പുള്ളി വരുമ്പോഴെല്ലാം ഇത് കാണിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആരേലും എവിടെയും ഒരു അത്ഭുതം അവർ ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാ. പക്ഷെ അവരുടെ ശുശ്രൂഷയിലായിരിക്കും നടന്നത്. ആയിക്കോട്ടെ, പിന്നെ അതെടുത്തിട്ടാണ് പ്രകസനമെല്ലാം നടത്തുന്നത്. എന്നാൽ യേശു അങ്ങനല്ല.
1, 2, 10, 100 ഒന്നുമല്ല, അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഏതാനും ചില അത്ഭുതങ്ങളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാ കൊടുത്തേക്കുന്നത്? 20-30 വായിച്ച 20-30 യോഹന്നാൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണെ ചെയ്തെന്ന. യേശു ചെയ്ത അടയാളമില്ല. അങ്ങനെ പക്ഷപാത രോഗിയോട് പറഞ്ഞിട്ട് തന്നെ നടക്കാൻ പറഞ്ഞു. അന്നേരം അവൻ നടന്നു. അങ്ങനത്തെ അത്ഭുതമൊക്കെയാണ് യേശു ചെയ്തത്. ഒരുത്തൻ കുഷ്ഠരോഗിയാ, മുഴുവൻ കുഷ്ഠമാ, തൊട്ടു, അന്നേരം സൗഖ്യമാക്കി. എല്ലാവരും കണ്ടു കുഷ്ഠം മാറിയത്. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാപ്തന്മാര് അങ്ങനെ ഇല്ല. വയറ്റിനകത്തൊരു മുഴ, അതാരാ കാണുന്നത്? ഈ മുഴക്കേസുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനതിന് എതിര് പറഞ്ഞതല്ല. പുറമേ പ്രത്യക്ഷമായിട്ടുള്ളത് പലതും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. സ്തോത്രം. ഞാൻ അടയാളത്തിന് എതിര് പറഞ്ഞതല്ല. സ്തോത്രം. യേശു ചെയ്തതെല്ലാവരും കാണുകയാണ്. മുഴുവൻ കുഷ്ഠമായിട്ടൊരുത്തം വന്നു, യേശു തൊട്ടു, അന്നേരം സൗഖ്യം. എല്ലാവരും കണ്ടു. 38 കൊല്ലമായിട്ടൊരുത്തം കിടക്കുക. മനസ്സുണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കുളത്തിലിറക്കാൻ, എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞു. അന്നേരം അവന് എല്ലാവരും കാണുക, അവൻ നടന്നു പോകുന്നു. പിറവിയിലെ കുരുടൻ ഒരുത്തനെ, അവൻ ജനിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണാൻ മേല, തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തൂത്തച്ച് ശിലോകം കള്ളത്തിൽ കഴുകി. എല്ലാവരും ഇത് കാണുക. യേശു ചെയ്ത് എല്ലാവരും കാണുകയാണ്. പത്രോസിന്റെ വീട്ടിൽ വന്ന് തള്ള പനിച്ച് കിടക്കുക. യേശു അവളെ തൊട്ടു, അന്നേരം എഴുന്നേറ്റ് ശുശ്രൂഷം ചെയ്തു. എല്ലാവരും പത്രോസും കണ്ടു, പത്രോസിന്റെ വെമ്പളയും കണ്ടു, ശിഷ്യന്മാരും കണ്ടു. യേശു എല്ലാവരും കാണുകയാണ് ചെയ്തതല്ല. നമ്മുടെ പല പുള്ളിക്കാരും ആരും കാണാത്ത രോഗശാന്തിയാണ്. അതായത് വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ 30-ാം വാക്യം വായിച്ചേ മോളെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചാൽ മാത്രം പോരെ, വിശ്വസിച്ചിട്ട് നാമത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അനവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ ഏതാനും ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന ഏവരും, ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ ഉണ്ടാകണം. നിത്യജീവൻ തരാനാണ് യേശു വന്നത്. യേശു കൊല്ലാൻ വന്നതല്ല, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി. അനുതാപത്തിൻ ൂടു
നിത്യജീവൻ തരുവാനാ യേശു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ എന്തിനാ ഈ അടയാളങ്ങൾ ചിലത് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു ക്രിസ്തു ആമൻ നിത്യദൈവം, സത്യദൈവം, ഏക ദൈവം, നിത്യജീവൻ കൊടുക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്താൽ എല്ലാവർക്കും നിത്യത കരസ്ഥമാക്കണം. അതിനായത് അങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നമുക്ക് അറിവുള്ള കാര്യമാണ്. സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന വിഷയമാ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം. ഏതാ മോളെ? അവളോടല്ലേ ചോദിച്ചു? യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 2:11 വായിച്ചു. 2:11 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11. യേശു അത്ഭുത മന്ത്രിയാ. ആ അത്ഭുത മന്ത്രിയാകുന്ന യേശു ക്രിസ്തുവിന്റെ 1-2 അത്ഭുതങ്ങളെ പറ്റി ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. വായിരും. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ശ്രദ്ധിക്കുക, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം നടക്കുക. അങ്ങനെയാണല്ലോ 2-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് യോഹന്നാന്റെ കല്യാണമാണെന്നാ പറയുന്നത്. യോഹന്നാന്റെ അമ്മയും യേശുവിന്റെ അമ്മയും ജ്യേഷ്ഠത്തെയും അനുജത്തിയായിരുന്നെന്ന ശലോമി. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് യോഹന്നാന്റെ സുവിശേഷം, പക്ഷേ ആ സുവിശേഷം 21 അധ്യായത്തിൽ യോഹന്നാന്റെ പേര് കൊടുത്തിട്ടില്ല. ഒറ്റ അധ്യായത്തിൽ പോലും യോഹന്നാന്റെ പേര് കൊടുത്തിട്ടില്ല. നമ്മളായിരുന്നല്ലോ എല്ലാ അധ്യായത്തിലും നമ്മുടെ പേര് കൊടുത്തേനെ. നമ്മുടെ നോട്ടീസ് തന്നെ നമ്മുടെ പേര് ചെറുതായ ആ നോട്ടീസെല്ലാം കൂടെ കത്തിച്ചു വീണ്ടും നോട്ടീസ് അടിക്കും. അങ്ങനെ നോട്ടീസ് ഇറക്കിയ ആൾക്കാരെ എനിക്കറിയാം. സൺഡേ പാസ്റ്ററുടെ പേര് അല്പം ചെറുതായിപ്പോയി. അത് പ്രസ്സുകാർ ചെയ്തതാണ്, അല്ലാതെ കൊടുത്തവൻ്റെ കുഴപ്പമല്ല. പുള്ളി നോക്കി വെച്ച് പറഞ്ഞു, എൻ്റെ പേര് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ, ഇത് മുഴുവൻ കളഞ്ഞേച്ച് പുതിയത് നമുക്ക് അടിക്കണമെന്ന്, പേര് വലുതാക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ യോഹന്നാനായി ഇത് എഴുതിയെങ്കിലും പേര് കൊടുത്തിട്ടില്ല. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം. ഇത് പുള്ളിയുടെ കല്യാണമാണ്. വേദപുസ്തകത്തിൻ്റെ ചില പ്രയോഗങ്ങൾ അങ്ങനെ. യോഹന്നാൻ്റെ കല്യാണമാണ്. നമ്മളായിരുന്നേ പറയണം 3-ാം നാൾ ഗലീലയിൽ എൻ്റെ കല്യാണമായിരുന്നു. എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ യേശുവിനെ ഞങ്ങൾ വിളിച്ച് ക്ലിയർ ആയേനും പെട്ടെന്ന്. അപ്പം ഇത് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. എന്നാൽ യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ താൻ താല്പര്യപ്പെട്ടില്ല. ഈ ശിഷ്യൻ, വേറൊരു ശിഷ്യൻ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ ഒരു വിശേഷത, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പിടികൂടി ക്രൂശിക്കാൻ കൊണ്ടുപോയി മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിക്കളഞ്ഞു, അകന്നു മാറി, ചിലർ അകലം വിട്ട് നടന്നു. പക്ഷേ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ഒരാളെ ഉള്ളു, യോഹന്നാൻ. എൻ്റെ ഭാഷ പറഞ്ഞ പത്രോസൊക്കെ വലിയ ഗീർവാണമൊക്കെ പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ കുറ്റം പറയല്ല, അവരെല്ലാം പറഞ്ഞു. ആരാ കർത്താവ് എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ യേശുവിനെ പിടിച്ചു കഴിഞ്ഞ് ആ പീഡകൾക്ക് ഏൽപ്പിച്ച സമയത്ത് ശിഷ്യന്മാരാരും അടുത്തില്ല, എല്ലാവരും വിട്ടേച്ച് പോയി. എന്നാൽ ക്രൂശിൻ്റെ ചുവട്ടിലും മാറാതെ ആ ക്രൂശീകരണം വ്യക്തമായിട്ട് കണ്ടയാള് യോഹന്നാന്.
അതുകൊണ്ടാണ് കർത്താവ് താൻ സ്നേഹിച്ച ശിഷ്യനോട് അങ്ങനെ എഴുതിയേക്കുന്ന, എന്നിട്ടും പേര് എഴുതിയിട്ടില്ല. യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, യേശു എന്നോടാ ഒടുവിൽ പറഞ്ഞേച്ച് മരിച്ചത്. നമ്മളായിരുന്നു പറയാം, പിന്നെ മരിച്ചപ്പോൾ ഞാനേ ഉള്ളായിരുന്നു. എന്തോ പറഞ്ഞു, എന്നോട് എല്ലാം പറഞ്ഞു, പിള്ളേരോട് പോലും ഒന്നും പറഞ്ഞില്ല. മുഴുവൻ കാര്യം ഞാനില്ലായിരുന്നു അടുത്ത്. പിന്നെ നമുക്ക് അനുശോചനത്തിൻ്റെ സമയത്തൊന്ന് സമയം തന്നെ നമ്മളതെല്ലാം ഒന്നുകൂടെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വിസ്തരിച്ച് പൊലിപ്പിച്ച് പുള്ളി പറയാത്ത കാര്യവും കൂടെ നമ്മൾ. പക്ഷെ യോഹന്നാൻ്റെ ആ വിശേഷത ഇങ്ങനെ പറഞ്ഞത്, യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ, അത്ര പറഞ്ഞോളൂ. ക്രൂശിൻ്റെ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് മൂന്നാം നാൾ ഈ കല്യാണം യോഹന്നാൻ്റെ കല്യാണമാണ്. യേശുവിൻ്റെ അമ്മയുടെ സഹോദരി ആ ശലോമി യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. ഇനി ആ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ, അങ്ങനല്ലേ, ഗലീലയിലെ കാനാവിൽ ഈ കല്യാണം നടന്ന വീട് നിങ്ങൾക്ക് മനസ്സിലാകും. വീഞ്ഞ് പോരാതെ വരിക, അല്പം ബുദ്ധിമുട്ടായി, വീഞ്ഞില്ല, തീർന്നു, ഞെരുക്കമായി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുക. ഈ ഗലീലയിലെ കാനാവെന്ന് പഠിക്കുമ്പോൾ, അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത് ഒരു നല്ല അന്തരീക്ഷവും നല്ല സ്ഥലവും അല്ല. ഗലീലയിലെ കാനാവ്, ഈ സ്ഥലത്തിന് പണ്ട് കാബൂൽ ദേശം എന്നാ പറയുന്നത്. കാബൂൽ ദേശം നല്ല സ്ഥലമല്ല. ഈ സ്ഥലത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് ആശേർ ഗോത്രത്തിന് അവകാശമായി കൊടുത്ത ഭൂമിയും നഫ്താലിയും സെബുലൂനുമൊക്കെ കൈവശപ്പെടുത്ത ഭാഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ. അപ്പോൾ ഇത് ഈ സ്ഥലത്തെ പറ്റി പഠിക്കുമ്പോൾ പണ്ട് ദാവീദ് ദൈവാലയം പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ആലയം പണിയണ്ട, നിന്റെ മകൻ ശലോമോൻ ആലയം പണിയും. അങ്ങനെ ശലോമോൻ ആലയം പണിയുവാൻ അപ്പൻ്റെ സ്നേഹിതനാകുന്ന ഹീരാമിനോട് തടി ചോദിച്ചു. ലെബനോൻ വനത്തിൽ കയറി തടി വെട്ടാൻ അനുവാദം കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ വെട്ടാൻ അത്ര പോരാ, സീദോന്യര് മരം മുറിക്കാൻ സമർത്ഥന്മാരാ. അങ്ങനെ സീദോന്യര് ലെബനോൻ വനത്തിൽ കയറ്റി വെട്ടി. ആ കയറ്റി വിട്ട് സരളവൃക്ഷങ്ങളും ദേവദാരുവും ഒക്കെ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നദിവഴി കടത്തിക്കൊണ്ടുവന്ന് പണിത ശലോമോന്റെ ദേവാലയം. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ തടി വെട്ടാൻ ആൾക്കാരെയും ഹീരാം കൊടുത്തു. ഹീരാം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സ്നേഹിതനാ. അവിടെ വായിക്കുന്നത് സോർ രാജാവാകുന്ന ഹീരാമെന്ന. അങ്ങനെ ഹീരാം തടി കൊടുത്തതിന് പ്രതിഫലമായിട്ട് ശലോമോൻ ഹീരാമിന് 10-20 പട്ടണങ്ങൾ കൊടുത്തു. ആ പട്ടണത്തിൽപ്പെട്ട സ്ഥലങ്ങളാ ഈ ഗലീലയിലെ കാനാവും. ഒന്ന് വായിച്ചു, ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 മുതൽ വായിച്ചു പെട്ടെന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 മുതൽ ആണോ? ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം, ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും ശലോമോൻ ഇഷ്ടം പോലെയൊക്കെയും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണങ്ങൾ കൊടുത്തു. വായിച്ചു. ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങൾ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു. അടുത്തത്, എന്നാൽ ഈ പട്ടണമൊന്നും ഹീരാമിന് ബോധിച്ചില്ല. ശലോമോൻ ബുദ്ധിമാനാ, ഒക്കരുതാത്ത പട്ടണമായി കൊടുത്തത്. അത്ര ബുദ്ധിമാന. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ചില പറഞ്ഞാൽ, ഞാൻ എൻ്റെ സാരി ഇന്നാൾ ഒരു സഹോദരിക്ക് കൊടുത്തു. ഏത് സാരിയാ കൊടുത്തേ? ഒന്നേ തട്ടിക്കേറിയത്, അല്ലേ പൊടിഞ്ഞത്, അല്ലേ പഴയത്, അല്ലേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്. മിണ്ടണ്ട. ഞാൻ ഈയിടെ ഒരു സഹോദരന് ഷർട്ട് കൊടുത്തു. ഏത് ഷർട്ടാ കൊടുത്തേ?
നമുക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലേ ഒന്ന് പഴകി. അപ്പം ഇട്ടപ്പോൾ ആരോ പറഞ്ഞു നിനക്ക് ചേരുന്നില്ല, നമുക്ക് ചേരാത്തത് കൊടുത്തെന്ന്. ഉദാഹരണം പറയാം. ഉദാഹരണം ഉടക്കൊന്നും ഉണ്ടാക്കാനല്ല. വീട്ടു പ്രാർത്ഥന കഴിഞ്ഞു, അല്ലെ നമ്മുടെ ഏതെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞു, ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. ഒരു കാര്യം ബാക്കി വരുന്ന കൊടുക്ക്. എന്തുവാ കൊടുക്കുന്നത്? സാമ്പാർ കുറച്ച് കൊടുത്തു വിടാം. എന്നാൽ ചിക്കൻ കൊടുക്കണ്ട, സാമ്പാർ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. സാമ്പാർ കൊടുത്തു, കുറച്ചേറെ കൊടുത്തു. അച്ചാറൂടെ കുറച്ച് കൊടുക്കുക. ബീഫ് ഒലത്തിയത് അത് വേണ്ട. ഉറങ്ങുകയാണോ അതോ സ്തംഭിച്ചിരുന്നതാണോ? നമ്മളെല്ലാം കൊടുക്കുന്നവരാ, എല്ലാവരും ഭയങ്കര നന്നായിട്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ ഇത് തന്നെ ശലോമോനും കാണിച്ചത്. 20 പട്ടണം കൊടുത്തു. പേരൊക്കെ 20 പട്ടണം പുള്ളി കൊടുത്തു. 20. ചിലർക്ക് സ്ഥലം കൊടുക്കും, വഴിയില്ല പുഴയില്ല, ആധാരം കുരുക്കിനകത്താ. കൊടുത്തെന്ന് പേരും. മാന്യമായിട്ട് കൊടുക്കുന്നവരുണ്ട്, അവരെ നിങ്ങൾ കണ്ടുപിടിച്ചേ. ചിലർ ഇഷ്ടം പോലെ വീട് വെച്ച് കൊടുക്കും. ഒത്തിരി വീട് വെച്ചില്ല, കൊടുക്കുമ്പോൾ നല്ലത് ഒന്നും കൊടുക്കണം. ഇത് പേര് കിട്ടാനാ. ഞങ്ങൾ 50 വീട് വെച്ച് കൊടുത്തു. 50 വീടോ? 50 വീട്. സോപ്പ് പൊട്ടി പോലെ 2 മുറി. അടുക്കളയ്ക്കകത്ത് നിന്നൊന്ന് തുമ്മാനൊക്കത്തില്ല, തുമ്മുമ്പം ഭിത്തിയച്ചെന്ന് ഇടിച്ചു തല. എന്തിനങ്ങനെ കൊടുക്കുന്നു? കൊടുക്കുമ്പം വൃത്തിയായിട്ട് കൊടുക്ക്. 50ൻ്റെ കണക്കങ്ങ് നിർത്തിവെച്ചൊരു 10 പേർക്ക് കൊടുക്ക്. ഒന്നുമില്ല 10 പേർക്ക് വൃത്തിയായിട്ട് ഇല്ലേ? അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗതി പിടിക്കരുത്. കുറച്ച് പൈസ തന്നിച്ച് പറയും ഇത്രയും പണി കഴിയുമ്പോൾ ബാക്കി, അത് കഴിയുമ്പോൾ ബാക്കി, ഇത് കഴിയുമ്പോൾ ഇതൊട്ട് ഗുണമാകുകയില്ല, ശരിയാകുകയില്ല. കണ്ടമാനം കൊടുത്തില്ലെങ്കിലും കൊടുക്കുന്നവന് വൃത്തിയായിട്ട് കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ആശയം പറഞ്ഞെന്നുള്ളൂ, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. എല്ലാവർക്കും പേരും പ്രശസ്തിയും കിട്ടണം, കിട്ടുന്നവനും ഗുണമാകരുത്. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ശലോമോൻ 20 പട്ടണം കൊടുത്തു. പക്ഷേ ഈ 20 പട്ടണം കൊടുത്തിട്ട് പട്ടണം അത്ര ഗുണമുള്ളതല്ല. ഒന്നുകൂടെ വായിച്ചപ്പോൾ ശലോമോൻ കൊടുത്ത പട്ടണം കാണേണ്ടതിന്റെ ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് സോരിൽ നിന്ന് വന്നു. ഹീരാം സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. പുള്ളിക്ക് ഇത് ബോധിച്ചില്ല. അങ്ങനത്തതാ കൊടുത്തത്, ബോധിച്ചില്ല, ബോധിക്കാത്തതാ കൊടുത്തത്. നമുക്ക് ബോധിക്കാത്ത എല്ലാവർക്കും കൊടുത്തിട്ട് എന്നെ ക്രെഡിറ്റ്. നമുക്ക് ബോധിച്ചത് കൊടുക്കണം. നീ ഒരു ഷർട്ട് കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഷർട്ട് കൊടുക്കണം. അതാ മാന്യത. ഉദാഹരണമാണ്, നീ ഒരു സാരി കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല സാരി കൊടുക്കണം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം. ഉണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം വേണ്ടേ? അവർക്കും സാമ്പാറും തോരനുമായിട്ട് കൊടുത്തു, അച്ഛന് അച്ചാറൂടെ കൊടുത്ത്, മീൻ വറുത്തത്, കരിമീൻ പൊളിച്ചു. അങ്ങനൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമില്ല. പന്തിയിൽ പക്ഷാഭേദവും പാടില്ല. സ്തോത്രം. നമ്മുടെ കൊച്ചിന് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക, അപ്പുറത്തെ കൊച്ചിന് കട്ടൻ കാപ്പി. 2 പിള്ളേർ ഒന്നിച്ച് മുറ്റത്ത് കളിക്കുക. അപ്പുറത്തെ കൊണ്ട് എന്താണ് കുടിയടാ, ഇച്ചിരി തരട്ടെ. അവൻ പറഞ്ഞു വേണ്ട. എന്നാ നീ വീട്ടിൽ പോ. നമ്മുടെ ബൂസ്റ്റ് ഇട്ടത്. 2 പിള്ളേർ ഒരുപോലെ കളിച്ചതാ. നിങ്ങൾക്ക് മനസ്സിലാകാടിയാന്നോ പൊട്ടം കളിക്കുകയാന്നോ? കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബൂസ്റ്റേ ഉള്ളൂ, അത് മൊത്തം ഇട്ടേച്ച് പപ്പാതി കൊടുക്കണം. 2 പിള്ളേർക്കും കൊടുക്കണം. നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഞാൻ ഈ തത്വത്തിൽ നിൽക്കുന്നയാളാണ്. എനിക്ക് ഈ വിളച്ചിലൊന്നും കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോടും വലിയ തൃപ്തിയൊന്നുമില്ല. കൊടുത്തെന്ന് പേരും പ്രശസ്തിയോ ഭയങ്കര കൊടുക്കുന്നയാളാണ് കേട്ടോ.